അസ്സലാമുഅലൈക്കും. സുബൈദ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തജ്വീദ് ഒന്നാം പാഠം ഫളായിലു തിലാവ എന്ന പാഠമാണ് വായിക്കാൻ പോകുന്നത്. ഇതിൽ തദ്രിബാത്ത് ഉൾപ്പെടാത്ത വീഡിയോ ആണ്. തദ്രിബാത്ത് ഉൾപ്പെട്ട വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഫളായിലു തിലാവ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കലും വളരെ പുണ്യമായ അമലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമമാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഉമ്മുൽ മുഅ്മിൻ ആയിഷ റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ മാഹിറു ഫിൽ ഖുർആനി മഅസ് സഫറത്തിൽ കിറാമിൽ ബററ. ഖുർആനിൽ നൈപുണ്യം നേടിയവൻ ഖിയാമത്ത് നാളിൽ സഫറ എന്ന ബഹുമാനികളുമായ മലക്കുകളുടെ കൂടെയായിരിക്കും സ്വർഗത്തിൽ വസിക്കുക. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. അത് ഓതുന്നവർക്ക് ശുപാർശ ചെയ്യാനായി അംബിയ നാളിൽ അത് വരുന്നതാണെന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. അടുത്ത പേജ് മറിക്കുക. സൂറത്തുൽ ഫാത്തിഹ, സജ്ദ, യാസീൻ, അർ-റഹ്മാൻ, അൽ വാക്കിയ, മുൽക്ക്, അൽ ഇഖ്ലാസ്, അൽ മുഅവ്വിദതൈനി എന്നീ സൂറത്തുകൾ. ഞാനിപ്പോൾ പറഞ്ഞത് സൂറത്തുകളിൽ പെട്ടതാണ്. ഇനി ആയത്തുകളിൽ പെട്ടത് നോക്കാം. ആയത്തുൽ കുർസി, ആമന റസൂൽ, ലൗ അൻസൽന മുതലായവ ആയത്തുകളും പതിവാക്കൽ മഹത്തായ സുന്നത്താണ്. ഇഹപര വിജയം അതിനാൽ നേടാനാവും. ഖുർആൻ പഠിക്കലും പാരായണം ചെയ്യലും മനഃപാഠമാക്കലും വളരെ ശ്രേഷ്ഠതയുള്ളതാണ്. അതിൽ എല്ലാ ദിവസവും നാം ഖുർആൻ ഓതണം. സൂറത്തുൽ മുൽക്കിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, അത് 30 ആയത്തേ ഉള്ളൂ. അത് പതിവാക്കുന്നവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നത് വരെ അല്ലാഹുവിനോട് അത് ശുപാർശ ചെയ്യൂ. ഖുർആനുമായി ബന്ധപ്പെടാത്ത ഒരു ദിവസം പോലും നമുക്കുണ്ടാവരുത്. അല്ലാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഇനി നമ്മൾ അധികം വൈകിപ്പിക്കാതെ നമ്മൾ ഇപ്പോൾ തന്നെ തദ്രിബാത്ത് ഇടുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ യൂട്യൂബിൽ 51 സബ്സ്ക്രൈബറായി. അത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് എനിക്ക് ഇത്രയെങ്കിലും എത്താനുള്ള വിജയം നേടിക്കിട്ടി. അത് കാരണം നിങ്ങളിനിയും സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും.